മധു കൊട്ടാരക്കര തുടരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, വലിയ എന്താ പറയുക, അങ്ങേയറ്റം രൂക്ഷമായ കൊലവിളിയെന്നോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വിനാശകരമായ യുദ്ധത്തിലേക്ക് പോകുമെന്നോ ആക്രമണത്തിലേക്ക് പോകുമെന്ന് ഘട്ടത്തിൽ നിന്ന്, ആ പ്രഖ്യാപനങ്ങളിൽ നിന്നാണ് ഈ ടെൻഷനെല്ലാം അയയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇന്നലെ ലോകമാകെ മുൾമുനയിൽ, ആശങ്കയുടെ മുൾമുനയിൽ നിന്നതാണ്. അവിടെ നിന്നത്തെ പുലരി വരുമ്പോൾ അത്രയും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നത്. ഗൂഗിൾ കൃഷ്ണ, ഒരുപക്ഷെ നമ്മൾ മാത്രമായിരിക്കും ഇന്നലെ വൈകി വന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇത് 8 മണിക്ക് മുന്നേ ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. കാര്യം ബാക്ക്ഡോർ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിനെ പറ്റി ഫൈനാൻഷ്യൽ ടൈംസിന്റെ ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന റോബർട്ട് ആംസ്ട്രോങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ടാക്കോ, ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട്. അതായത് ട്രംപ് ഏറ്റവും കടുത്ത രീതിയിൽ തന്നെ പോയിട്ട് വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അയയുന്ന രീതിയിൽ പല പ്രാവശ്യവും ഈ രീതിയിൽ കണ്ടിട്ടുണ്ട്. മുമ്പ് കിം ജോങ് ഉന്നെ കാണാൻ പോയപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു. പിന്നീട് അവസാനം അദ്ദേഹം പറഞ്ഞത് വി ആർ ഇൻ ലവ് എന്നായിരുന്നു. അതുപോലെ തന്നെ ട്രംപ് തന്നെ ഇതിനെ പല രീതിയിൽ ഇതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ട്രംപ് തന്നെ പറയാറുണ്ട്, ഏറ്റവും ഉയർന്ന ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം മേശയിലേക്ക് കൊണ്ടുവന്ന് അവർക്കും കൂടെ പറ്റുന്ന രീതിയിലേക്ക് അയഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം നമുക്ക് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഈ US കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ ഇനിയും ഈ 28-ാം തീയതിക്ക് ശേഷം അമേരിക്കൻ സൈനികരെ ഒരു രാജ്യത്തിന്റെ പുറത്ത് ഏതെങ്കിലും സൈനിക ഇടപെടലിന് ഉപയോഗിക്കാനുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ 28 എന്ന് പറഞ്ഞ ഒരു ഗോൾ ആയിരിക്കും, ഒരു ഡെഡ് ലൈൻ ആയിരിക്കും മനസ്സിൽ കരുതിയിരുന്നത്. അതുമാത്രമല്ല, ഒരുപക്ഷെ ലോകം തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു US സൈനികന് വേണ്ടി അമേരിക്ക എന്തുമാത്രം സൈനിക സന്നാഹമാണ് മറ്റൊരു രാജ്യത്തിന്റെ ഉള്ളിൽ പോയി ചെയ്തത്. അതുകൊണ്ട് ഒരു സൈനികന്റെ ജീവന് വളരെ വില കൊടുക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ ജനതയോട് ഉത്തരം പറയേണ്ടി വരുന്നു. പ്രത്യേകിച്ച് ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറുകയും ചെയ്യും. അതൊക്കെ ഒരുപക്ഷെ ട്രംപിന്റെ മുകളിലുള്ള ഒരു സമ്മർദ്ദമായിരിക്കും. അതുമാത്രമല്ല, മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഈ കാര്യങ്ങളോടുള്ള പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് കൂടാതെ മറ്റൊരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തച്ചുടയ്ക്കുക എന്ന് പറയുന്നത് വാർ ക്രൈമിന്റെ പരിധിയിൽ വരുന്നതാണ്. ഡൊണാൾഡ് ട്രംപ് പക്ഷേ അത് തള്ളിക്കളയുകയായിരുന്നു. അതേപ്പറ്റി ഒന്നും താനിപ്പോൾ ചിന്തിക്കുന്നില്ലെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് ഈ മറ്റ് ലോക നേതാക്കൾ തന്നെ ഫ്രാൻസിന്റെയും ഒക്കെ ഡൊണാൾഡ് ട്രംപ് ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുമെന്ന് പറഞ്ഞതിനോടുള്ള പരസ്യമായിട്ടുള്ള എതിർപ്പ് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറോസ് ഉൾപ്പെടെ കഴിഞ്ഞ മണിക്കൂറുകൾ പറഞ്ഞതും ഒരുപക്ഷെ ഇത്തരം ഒരു നീക്കത്തിനെ സ്വാധീനിച്ചിരിക്കാം. ഗോകുൽ കൃഷ്ണ. ശരി, എന്തായാലും മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. ഈ 10 പോയിന്റ്, ആ 10 പോയിന്റിൽ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് തുടരണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടുവെന്ന് പറയുന്ന സൂചനകളുണ്ട്. അപ്പോൾ ഈ 15 ദിവസം വളരെ ദുഷ്കരമാണ്. ഈ പോയിന്റുകളിലേക്ക് ഒരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ യോജിക്കാൻ പറ്റാത്ത പോയിന്റുകളിൽ എങ്ങനെ ഒരു സമവായത്തിലെത്തും? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലെബനിലടക്കം എവിടെയും ആക്രമണങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത്. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ നയതന്ത്രം മാത്രമല്ല, അസിം മുനീറിനും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആണ് ഇറാനിന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരാഗ്ചി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഇന്ത്യക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ട് ഈ യുദ്ധത്തിൽ ഒരു മധ്യസ്ഥതയ്ക്ക് അല്ലെങ്കിൽ ഇതിൽ ഇടപെടാൻ എന്ന്, അക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന വിമർശനങ്ങളും ഒക്കെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങൾ കൂടി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള പഴം, പച്ചക്കറി, അരി ഇതൊക്കെ ഒരുപാടിടങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ കയറ്റു കൂലി കൂടിയതുകൊണ്ട് അതൊക്കെ താമസിയാതെ അതത് ഇടങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നും ആ കർഷകർക്കൊക്കെ ഒരു ആശ്വാസം ലഭിക്കുമെന്നും മറ്റ് ആശ്വാസങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമെന്നും പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.